നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നോടൊരു ബിസിനസ്സുകാരനായിട്ടുള്ള വ്യക്തി ചോദിച്ചൊരു കാര്യമാണ്, ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് നിങ്ങളെ ഏജൻറ്റുമാരിൽ നിന്ന് എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം, പക്ഷേ എന്നിട്ടും എന്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏജൻറ്റുമാരിൽ നിന്ന് എടുക്കുന്നത്? അതിന് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്തായിരിക്കും ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്ത കാര്യം, അദ്ദേഹത്തിന് 3 മക്കൾ ഡോക്ടേഴ്സാണ്. ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള ധാരാളം മെഡിക്കൽ സ്റ്റോറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ മാത്രമേ ഏത് ഡോക്ടേഴ്സ് എഴുതാറുള്ളൂ. ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങേണ്ട ഒരു മരുന്ന് നമ്മൾ അവിടെ പോയി വാങ്ങുന്നതിന് പകരം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തിയിട്ട് അദ്ദേഹം എഴുതി തരുന്ന മരുന്നാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ ആപത്താണ്. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ഒരാൾക്ക് വേണ്ട ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് മാത്രമേ കഴിയുള്ളൂ. ഒരാൾക്ക് എത്ര ഇൻഷുറൻസ് വേണം, ഒരാൾക്ക് ഏത് തരം ഇൻഷുറൻസാണ് ആവശ്യം, അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം ശരിയാണ്. മാത്രമല്ല, എബോ സർവീസുകൾ ആവശ്യം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഓൺലൈനായിട്ട് വേഗം പോയി എടുക്കും. കാരണം അവിടെ ചെറിയ പ്രീമിയത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആ ഓൺലൈനായിട്ട് പോയി എടുക്കും. പക്ഷേ ഒരു ക്ലെയിം വരുമ്പോൾ അവിടെ ക്യാഷ്ലെസ് സൗകര്യമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന് എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ ആ കമ്പനികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അത് ആ കമ്പനി മോശമാണ്, ഈ കമ്പനി മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചാരണമൊക്കെ നടത്തും. പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിച്ചെന്താ, ഇദ്ദേഹത്തിന് കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കുകയും ചെയ്തു, ഒരു ക്ലെയിം വന്നപ്പോൾ കിട്ടിയതുമില്ല. അതിന് കാരണം ഇൻഷുറൻസ് പോളിസികളിൽ ഇദ്ദേഹം എടുത്ത പോളിസിയിൽ എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്, അതെങ്ങനെയെല്ലാം കിട്ടുക, അത് ഏതെല്ലാം സമയത്താണ് കിട്ടുക എന്നുള്ളത് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതിൽ ഒരു കമ്പനിയുടെ പേര് കണ്ടു, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് കണ്ടു, ഇദ്ദേഹം ക്ലിക്ക് ചെയ്തു, അതിനുള്ള പേയ്മെൻറ്റും അടച്ചു, വാങ്ങി. അത് വേണ്ടത്ര കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഒരു അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് എല്ലാ വ്യക്തികളും പോളിസി ചേർക്കാറ്. അതിനാണ് നമ്മൾ ഇൻഷുറൻസ് എപ്പോഴും ഒരു അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഇന്ന് ക്യാഷ്ലെസ് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് 60 ദിവസം മുമ്പ് വരേക്കുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിസ്ചാർജ് ആയിട്ട് 180 ദിവസം വരേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ അഡ്മിറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ പോലും നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പല ഈ ഓൺലൈനായിട്ട് എടുക്കുന്ന വ്യക്തികൾക്കും ഇത് ഒന്നും അറിയില്ല. രണ്ടാമത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് എവിടെ ക്ലെയിം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ല. ഇനി അഥവാ ആരെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ ഇവർ ഓൺലൈനായിട്ട് എടുത്തിട്ടുള്ള ആ ഇതിൻ്റെ ഓഫീസ് എവിടെയാണോ എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഒരു വലിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പല അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാൻ പോകാനും അതിനെന്തിനും കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ഇരുന്നോണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിൽ നല്ല അഡ്വൈസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് പോളിസി എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇതൊരു ചെറിയ അറിവാണ്. ഇനി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതാണ്.